നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് STVയുടെ പെരുന്നാൾ ആശംസകൾ. നോക്കാം പ്രധാന വാർത്തകൾ. ഒരു മാസത്തെ ത്യാഗത്തിൻ്റെ രാപ്പകലുകൾക്ക് ശേഷം സാഹോദര്യത്തിൻ്റെ സന്ദേശം മോദി ഇന്ന് ചെറിയ പെരുന്നാൾ. നാടകം, പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ. പെരുന്നാളിനെ ആവേശപൂർവ്വം വരവേറ്റ വിശ്വാസികൾ. ഗൾഫ് നാടുകളിലെ യുദ്ധ പശ്ചാത്തലത്തിൽ ഗൾഫ് നാടുകളിലെ സഹോദരി സഹോദരന്മാർക്കായി പ്രത്യേക പ്രാർത്ഥന. പത്തിരിപ്പാലയിലെ ഈദ്ഗാഹിൽ വനിതകളടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രാർത്ഥനാ ചടങ്ങുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ്. വാക്പോരുകളും അങ്കത്തട്ടും മുറുകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുത്താൻ വന്നാൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് വോട്ടെണ്ണുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി തരുമെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. മഹാന്മാരായ നേതാക്കളിരുന്ന പൊളിറ്റ് ബ്യൂറോയുടെ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നവർ പറയുന്നതിന് 5 പൈസയുടെ വില കൽപ്പിക്കുന്നില്ലെന്ന് ഒറ്റപ്പാലം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PK ശശി. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച PB അംഗത്തിന്റെ പ്രത്യേകത ഏറ്റവും ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് നിർത്തിയാൽ ദയനീയമായി തോൽവിയെന്നും PK ശശി. ഷൊർണൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. P. ഹരിഗോവിന്ദൻ UDF സ്ഥാനാർത്ഥി. ഷൊർണൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തുടരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ വിജയം സുനിശ്ചിതമെന്ന് VK ശ്രീകണ്ഠൻ. വാർത്തകൾ വിശദമായി. ഒരു മാസത്തെ ത്യാഗത്തിന്റെ രാപ്പകൽക്കു ശേഷം സാഹോദര്യത്തിന്റെ സന്ദേശമോദി ഇന്ന് ചെറിയ പെരുന്നാൾ. നാടകവും പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ. പെരുന്നാളിനെ ആവേശപൂർവ്വം വരവേറ്റ വിശ്വാസികൾ. ഗൾഫ് നാടുകളിൽ നടക്കുന്ന യുദ്ധ പശ്ചാത്തലത്തിൽ ഗൾഫ് നാട്ടിലെ സഹോദരി സഹോദരന്മാർക്കായി പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ചെറുതുരുത്തി പായംകുളം റോഡ് 1-ാം മൈൽ നസ്രുത്തുൽ ഇസ്ലാം മസ്ജിദിൽ ചെറിയ പെരുന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ചു. അതിന്റെ അർത്ഥം നമ്മളുടെ ഈദുകൾ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അവർ നമ്മളുടെ സഹോദരന്മാരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്ത് അവരോടൊപ്പം ചേർന്ന് നിൽക്കൽ നമ്മളുടെ ബാധ്യതയാണ്. അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു അശാന്തി നിറഞ്ഞ ഈ ലോകത്ത് എന്നും ശാന്തി നിലനിർത്തി തരുമാറാവട്ടെ. ഈ യുദ്ധത്തിന്റെ കെടുതികൾ എത്രയും പെട്ടെന്ന് അവസാനിച്ച് ലോകം സമാധാനത്തിലേക്ക് നീങ്ങട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പായംകുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ ചെറിയ പെരുന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ചു. രാവിലെ സുബൈഹിന്റെ നമസ്കാരത്തിന് ശേഷം പള്ളിയിലെ ഉസ്താദ് റാഷിദ് സാദി ബാങ്ക് വിളിച്ചവരെ വിശ്വാസികൾ പള്ളിയിലെത്തി നിസ്കരിക്കുകയും തുടർന്ന് 8 മണിക്ക് ചെറിയ പെരുന്നാൾ നിസ്കാരം പള്ളി ഖത്തീബ് അബ്ദുൾ റഹ്മാൻ അസ്കരി നേതൃത്വം നൽകി. فافعلوا ما أمركم الله وانتهوا عما نهاكم الله إن يومكم هذا يوم عظيم ويوم عيد كريم يوم الزينة والعيد يوم اجتماع القريب والبعيد. ഇന്ന് വിദേശത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന വിഷയത്തെപ്പറ്റി സന്ദേശം നൽകുകയും നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. തുടർന്ന് വിശ്വാസികൾ ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ ആലിംഗനം ചെയ്യുകയും ചെറിയ പെരുന്നാൾ സന്ദേശം കൈമാറുകയും ചെയ്തു. മധുരപാനീയങ്ങളും വിതരണം ചെയ്തു. പള്ളി പ്രസിഡന്റ് MK മുഹമ്മദ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി ഹംസ പുറക്കോട്ടിൽ, ട്രഷറർ മുസ്തഫ കിഴക്കേ പീടികയിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക്. പത്തിരിപ്പാല മേഖലയിൽ വിവിധ പള്ളികളിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നു. صدق الله العلي العظيم صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب حزننا برحمتك يا أرحم الراحمين اللهم ارزقنا تلاوته في آناء الليل وأطراف النهار. പത്തിരിപ്പാല ടൗൺ മസ്ജിദിലും മൗണ്ട് സീന മൈതാനിയിലും ഈദ്ഗാഹ് നടന്നു. മൗണ്ട് സീന സ്കൂൾ മൈതാനിയിൽ രാവിലെ 7:30 നടന്ന ഈദ്ഗാഹിൽ വനിതകളടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മക്ക മസ്ജിദ് ഖത്തീബ് PS അബു ഫൈസൽ ഈദ്ഗാഹിന് നേതൃത്വം നൽകി. തുടർന്ന് പ്രഭാഷണമുണ്ടായി. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പരസ്പര ആലിംഗനം ചെയ്തും കൈകൊടുത്തും സ്നേഹം പകർന്നുമാണ് വിശ്വാസികൾ പിരിഞ്ഞത്. നമസ്കരിക്കാനായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
വലതുപക്ഷ പാളയത്തിൽ അഭയം തേടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുത്താൻ വന്നാൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് വോട്ടെണ്ണുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റപ്പാലം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിലതങ്ങനെ വരും. പക്ഷേ ഈ പാർട്ടിക്ക് ഒരു ഉറപ്പുണ്ട്. എന്താ നിങ്ങൾ അങ്ങനെ വന്ന കരട് ഞങ്ങൾ എടുത്തു കളയുക തന്നെ ചെയ്യും എന്നുറപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അങ്ങനെ ഒരു കരട് വന്നാൽ ചിലപ്പോൾ അതിങ്ങനെ തൂങ്ങിയൊക്കെ നിൽക്കും. പക്ഷേ എവിടെയെങ്കിലും വെച്ച് അത് എടുത്തു കളയുക തന്നെ ചെയ്യും. അങ്ങനെ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് ഒരാളെ പെശക് പറ്റിയാൽ അപ്പം തന്നെ എടുത്ത് പുറത്തേക്കിടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ആർക്കും പെശക് പറ്റാം. മൂർഷാ സമൂഹത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആർക്കും അത്ര അതിൻ്റേതായ സ്വാധീനം ഉണ്ടാവാം. നമ്മൾ നിരന്തരമായി ശ്രമിക്കും അതിൻ്റെ സ്വാധീനം വരാതിരിക്കാൻ. എങ്കിലും ചിലപ്പോൾ സംഭവിക്കും. അങ്ങനെ ഒരു പെശക് സംഭവിച്ചാൽ പ്രസ്ഥാനത്തിൻ്റെ രൂപത്തിൽ നമ്മൾ തിരുത്തുകയും ചെയ്യും. ഒരുപാട് ആളുകളെ തിരുത്തിയിട്ടുണ്ട്. ചില ആളുകൾ പാർട്ടിക്ക് പുറത്തേക്ക് വോട്ടിൻ്റെ നമ്മൾ നടപടി എടുത്തിട്ടുണ്ട്. വലതുപാളയത്തിൽ കയറി വെല്ലുവിളിക്കാൻ വന്നാൽ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി ഇടതുപക്ഷം നേരിടും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങളും വിതരണം ചെയ്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയ UDFിൻ്റെ ഗതികേടാണ്. വോട്ടെണ്ണുമ്പോൾ K. പ്രേംകുമാർ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് A. വിജയരാഘവൻ പറഞ്ഞു. മണ്ഡലം കൺവീനർ സുനിൽ തെക്കേതിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി K. പ്രേംകുമാർ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിജയൻ കുനിശ്ശേരി, കേരള കോൺഗ്രസ് സക്രിയ വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നെയ്സ് മാത്യു, കേരള കോൺഗ്രസ് M നിയോജകമണ്ഡലം സെക്രട്ടറി V. ജയരാജ്, ISJD ജില്ലാ കമ്മിറ്റി അംഗം VP രാധാകൃഷ്ണൻ, NCP ജില്ലാ വൈസ് പ്രസിഡന്റ് P. മൊയ്തീൻകുട്ടി, INL ജില്ലാ സെക്രട്ടറി PV ബഷീർ, RJD ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു. LDF ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി S. കൃഷ്ണദാസ് സ്വാഗതവും CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K. ജയദേവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മഹാന്മാരായ നേതാക്കളിരുന്ന പോളിറ്റ് ബ്യൂറോയുടെ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നവർ പറയുന്നതിന് 5 പൈസയുടെ വില കൽപ്പിക്കുന്നില്ലെന്ന് ഒറ്റപ്പാലം UDF സ്ഥാനാർത്ഥി PK ശശി. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച PB അംഗത്തിൻ്റെ പ്രത്യേകത ഏറ്റവും ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ ദയനീയമായി തോൽക്കുന്ന സ്വഭാവ വിശേഷണമുള്ള ആളാണെന്നും PK ശശി പറഞ്ഞു. ഒറ്റപ്പാലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു PK ശശി. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ്റെ പ്രസ്താവനയ്ക്ക് പേര് പറയാതെ മറുപടി പറയുകയായിരുന്നു PK ശശി. P. സുന്ദരയ്യ, EMS, ഹർകിഷൻ സിംഗ് സുർജിത്ത് തുടങ്ങിയവർ ഇരുന്ന കസാരയാണത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നിർത്തിയാൽ ദയനീയമായി തോൽക്കുന്ന സ്വഭാവവിശേഷണമുണ്ട്. അത്തരക്കാർക്കൊന്നും മറുപടിയില്ലെന്നും ഒറ്റപ്പാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. നിലം തൊടിയിക്കില്ല എന്നാണ് പറഞ്ഞത് താങ്കളെ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ ഞാൻ പതിവൊന്നും പറയുന്ന ആഗ്രഹിക്കുന്നത് മഹാന്മാരായ പി സുന്ദരയ്യ, മഹാനായ EMS നമ്പൂതിരിപ്പാട്, ഹർകിഷൻ സിംഗ് സുർജിത്ത്, BT രണദിവേ, ഇവരൊക്കെ ഇരുന്ന കസേരയിൽ കയറി കുത്തിയിരിക്കുന്ന കുറച്ച് ആളുകൾ പറയുന്ന ഈ രാജ്യത്തിന് 5 പൈസക്ക് വില ഞാൻ കൽപ്പിക്കുന്നില്ല. മനസ്സിലായോ? ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്, ഈ മഹാൻ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ മഹാന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ മഹാൻ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലും ശരി, നമ്മൾ കണ്ടതല്ലേ എത്ര തെരഞ്ഞെടുപ്പിൽ അവിടെ ദയനീയമായിട്ട് തോറ്റുപോകുക എന്ന് പറയുന്ന അനിതര സാധാരണമായ അദ്ദേഹത്തിൻ്റെ ഭാഷനെ ഞാൻ കണ്ടെടുക്കാം. അനിതര സാധാരണമായ സ്വഭാവവിശേഷത്തിൻ്റെ ഗുണത്തിൻ്റെ ഉടമയാണ് ഈ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ മെമ്പർ. LDF നിയോജകമണ്ഡലം കൺവെൻഷനിൽ UDF സ്ഥാനാർത്ഥിയെ നിലം തൊടാൻ അനുവദിക്കില്ലെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ്റെ പ്രസ്താവന. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി UDF സ്ഥാനാർത്ഥിയായി P. ഹരിഗോവിന്ദനെ പ്രഖ്യാപിച്ചതോടെയാണ് ഇതോടെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി. ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏറെ വൈകിയാണ് UDF സ്ഥാനാർത്ഥിയായി P. ഹരിഗോവിന്ദനെ പ്രഖ്യാപിച്ചിരുന്നത്. രണ്ടാം ഘട്ട പട്ടിക ഏറെ വൈകിയാണ് പുറത്തിറക്കിയത്. ഹരിഗോവിന്ദന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ മണ്ഡലത്തിൽ പ്രചരണ പോരാട്ടത്തിന് തുടക്കമായി. നേരത്തെ LDF സ്ഥാനാർത്ഥിയായ P. മമ്മിക്കുട്ടിയും NDA സ്ഥാനാർത്ഥിയായ ശങ്കുട്ടിദാസും പ്രചരണത്തിന് തുടക്കമിട്ടിരുന്നു. ശക്തി തെളിയിച്ച് ഇരു വിഭാഗങ്ങളുടെയും റോഡ് ഷോയും നടന്നിരുന്നു. P. ഹരിഗോവിന്ദന്റെ പ്രചരണം ഇന്നു മുതൽക്ക് ആരംഭിച്ചിട്ടുണ്ട്. KPCCയുടെ സെക്രട്ടറിയായ P. ഹരിഗോവിന്ദൻ മാസ്റ്റർ KPSCയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ P. ഹരിഗോവിന്ദനെ പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് P. സരിന് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കുകയായിരുന്നു. ഇത്തവണ ഷൊർണൂരിൽ K. കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ
എന്നീ നേതാക്കളുടെ പേരുകൾ ഉയർന്നുവന്നെങ്കിലും ഏറെ വൈകിയാണെങ്കിലും പി ഹരിഗോവിന്ദനെ ഒടുവിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇനി സ്ഥാനാർത്ഥിയുടെ പ്രചരണം പൊടിപാറും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടരുന്നു. വിവിധ പഞ്ചായത്ത് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. മട്ടന്നൂർ ശങ്കരൻകുട്ടി അടങ്ങുന്ന പ്രധാനികളെ നേരിട്ട് കണ്ട് ശങ്കുട്ടിദാസ് വോട്ടഭ്യർത്ഥന നടത്തി. പ്രാദേശിക നേതാക്കന്മാരോടൊപ്പമാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം. നേരത്തെ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടന്നിരുന്നു. പാലക്കാട് നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ വിജയം സുനിശ്ചിതത്വമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ. ഈദ് ആഘോഷിക്കുന്നതിനോടൊപ്പം ഇന്ന് പാലക്കാട് ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കൂടെ ചെയ്തു അതുകൂടെ ആഘോഷിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ പ്രിയങ്കരനായ രമേശ് പിഷാരടി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മണ്ഡലത്തിലാകെ ഓടി നടന്ന് വോട്ടർമാരെ കാണുന്ന തിരക്കിലാണ്. ഈദുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ്. ഒരു മതേതര മനസ്സുള്ള പാലക്കാട് ഈദ് ആഘോഷിക്കുന്നത് ഞങ്ങളെല്ലാവരും ചേർന്നാണ്. പാലക്കാട് നിയോജകമണ്ഡലം UDFന്റെ സ്വാധീന മേഖലയാണ്. പ്രചരണത്തിനിടെ ജനങ്ങളിലെ പ്രതികരണം ഇത് ഉറപ്പുവരുത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുൻ പരിചയമുള്ളവരാണ് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആശങ്കയില്ലെന്ന് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓഫീസ് ഉദ്ഘാടനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫിസിക്കലായ കാര്യങ്ങൾ ക്ലറിക്കലായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടം എന്നുള്ളതാണ്. ബാക്കി ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓഫീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വോട്ടർമാരുടെ മനസ്സാണ്. ആ മനസ്സുകളിലെത്താൻ ഈ ഒരു ഫിസിക്കൽ ഓഫീസിന് സാധിക്കും. അതിന് പ്രാപ്തരായ അത് ചെയ്ത് പരിചയമുള്ള വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങളോടൊപ്പമുള്ള പലരെയും കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പ്രായത്തിനേക്കാൾ കൂടുതലാണ് അവരുടെ ഈ പാർട്ടിയോടുള്ള സ്നേഹവും പ്രസ്ഥാനത്തോടുകൂടി അവർ പ്രവർത്തിച്ചിട്ടുള്ള പ്രവൃത്തി പരിചയവുമില്ല. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയർ ലീഡേഴ്സിനോടൊപ്പമാണ് ഈ ഒരു മണ്ഡലത്തിൽ വന്ന് നിൽക്കുന്നത്. അവരുടെ അനുഗ്രഹങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമായി കാണുന്നു. ജില്ലാ ആശുപത്രിക്ക് പുറകിലായാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, DCC ഭാരവാഹികളായ PV രാജേഷ്, C ബാലൻ, മനോജ് ചിങ്ങന്നൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ CV സതീഷ്, സേവ്യർ ശിവരാജ് തുടങ്ങി നിരവധി ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി STU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് നടത്തിയ നോമ്പുതുറയിൽ നിരവധി പേർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിരുന്നു ഇഫ്താർ മീറ്റ് ഒരുക്കിയത്. ട്രെയിൻ യാത്രക്കാർ, കാൽനട യാത്രക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ്, റെയിൽവേ ജീവനക്കാർ എന്നിവർ നോമ്പുതുറയിൽ പങ്കാളികളായി. STU ആദ്യമായാണ് ഇത്തരത്തിൽ ഷൊർണൂരിൽ നോമ്പുതുറ സംഘടിപ്പിക്കുന്നതെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമാക്കി തുടരാനാണ് ഉദ്ദേശിക്കുന്നതെന്നും STU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ STUവിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റിയും ചേർന്ന് നടത്തുന്നൊരു നോമ്പുതുറയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് റമദാൻ 1 മുതൽ 30 ദിവസവും തുടർച്ചയായി ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ STU ഇവിടെ ഈ നോമ്പുതുറ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഈ റെയിൽവേയിൽ വരുന്ന യാത്രക്കാർക്കും അതുപോലെ പുറത്തുള്ള ആളുകൾക്കൊക്കെ വളരെ സന്തോഷകരമായ രീതിയിലാണ് 30 ദിവസവും ചരിത്രത്തിൽ ആദ്യമായി ഷൊർണൂർ ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത്. STU മുനിസിപ്പൽ പ്രസിഡന്റ് അലി ഷൊർണൂർ, സെക്രട്ടറി ജലീൽ, മുസ്ലിം ലീഗ് നേതാക്കളായ മുഹമ്മദ് അലി കണയം, ഉസ്മാൻ ബോയ്ലൂർ, അഷ്റഫ് കുളപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭാരതീയ വേദ സംസ്കൃതിയുടെ പഠനത്തിനും സംരക്ഷണത്തിനും പ്രചാരണത്തിനും ഗവേഷണത്തിനുമായി ഭാരതപ്പുഴ തീരത്ത് അറിവിൻ്റെ ആദ്യ മഹാക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു. വേദങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രത്തെ പ്രധാന ദേവതയായി പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്ന മഹാക്ഷേത്രമാണ് നിളാതീരത്ത് 30 കോടി രൂപ ചെലവിൽ ഉയരുന്നത്. ജാതി മത പ്രായഭേദമിൻ്റെ വേദപഠനം നടപ്പാക്കുക, വേദിക് സർവകലാശാലയായി ഗായത്രി ഗുരുകുലത്തെ മാറ്റുക എന്നതും കൂടി ലക്ഷ്യമാണ്. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ, കവളപ്പാറ, ത്രാങ്ങാലി, നീലിമല ഭഗവതിക്കുന്നിലെ 4 ഏക്കറിലാണ് വേദശാസ്ത്ര പ്രചാരകരായ ഗായത്രി ഗുരുകുലം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വേദപാഠശാലയും മഹാക്ഷേത്രവും ഒരുക്കുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അർത്ഥവവേദം എന്നീ 4 വേദങ്ങളുടെയും പ്രചാരണ സംരക്ഷണത്തിനായിട്ടാണ് ഗായത്രി ഗുരുകുലം എന്ന പേരിൽ ഭാരതപ്പുഴ തീരത്ത് മഹാക്ഷേത്ര സമുച്ചയം നിർമ്മിക്കുന്നത്. ദക്ഷിണാമൂർത്തിയും വേദവ്യാസനും ഗണപതിയും ഇവിടെ ഉപദേവതകളാകും. പാഠശാല, യജ്ഞശാല, ഹോമകുണ്ടങ്ങൾ, തീർത്ഥക്കുളം,
ധ്യാനപ്പുരകൾ, സംസ്കൃത വേദശാസ്ത്ര ഗവേഷണം, വേദ വ്യാകരണ പുസ്തകങ്ങൾ അടങ്ങിയ ലൈബ്രറി എന്നിവയും ഗുരുകുലത്തിലുണ്ടാകും. കേരളത്തിൽ, മധ്യ കേരളത്തിൽ ഷൊർണൂരിൽ കവളപ്പാറ ദേശത്ത് അടുത്തുള്ള കവളപ്പാറ ദേശത്തിൽ തന്നെ വരുന്ന ത്രാങ്ങാലി എന്ന് പറയുന്ന സ്ഥലത്ത് കേരളത്തിലെ ആദ്യത്തെ ഗായത്രി മഹാക്ഷേത്രം നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഒരു ബാലാലയം ഉണ്ട്, അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഭൂമിയിൽ നീലാമലക്കുന്ന് എന്നാണ് പറയുക. അപ്പൊ നീലാമലക്കുന്ന് എന്ന് പറഞ്ഞാൽ ഭഗവതി കുന്ന് തന്നെയാണ്. അപ്പൊ ഈ നീലാമലക്കുന്നിൽ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം 24 ലക്ഷം, ഗായത്രി എന്ന് പറഞ്ഞ 24 24 ലക്ഷം ഒരു ഗായത്രി ഹോമിച്ചു. ആ ഭൂമിയിൽ ഗായത്രിക്ക് ഒരു മഹാക്ഷേത്രം വരാൻ പോവുകയാണ്. ആ മഹാക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി ആവട്ടെ, വ്യാസനാവട്ടെ, ഗണപതി തുടങ്ങിയിട്ടുള്ള ഉപദേവതകളും ഉണ്ടായിരിക്കും. മാത്രമല്ല അതിലൊക്കെ ഉപരിയായിട്ട് 4 വേദങ്ങളും, അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഋഗ്വേദികളാണെങ്കിലും ഭഗവാൻ ആചാര്യ ശ്രീധർ അടികൾ, ഡോക്ടർ ശ്രീധർ അടികൾ എന്ന് പറയുന്ന ഒരു മഹാഗുരുവിൽ നിന്നും അഥർവവേദം സമ്പൂർണ്ണമായി അധ്യയനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ, ഗോകർണത്തു നിന്ന്. അപ്പോ ഗുരുനാഥന്റെ കൂടി നിർദ്ദേശമനുസരിച്ച് കേരളത്തിൽ അഥർവവേദവും കൂടി പഠിപ്പിക്കുന്ന ആദ്യത്തെ വേദപാഠശാലയും വരാൻ പോകുന്നത് ഈ നീലാമലക്കുന്നിൽ അഥവാ ത്രാങ്ങാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അയോധ്യയിലെ രാംലല്ലയുടെയും കേദാർനാഥിലെ ശങ്കരാചാര്യ പ്രതിമയുടെയും ശില്പിയായ അരുൺ യോഗിരാജാണ് ഗായത്രി വിഗ്രഹം നിർമ്മിക്കുക. ഗായത്രി ഗുരുകുലത്തെ വേദപഠന സർവകലാശാലയ്ക്ക് വളർത്തുകയാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മളെ പഠിതാക്കളെ അടുത്തുനിന്നൊക്കെ നമ്മൾ സ്വരൂപിച്ച് പണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഭൂമി നമ്മൾ ഇവിടെ മേടിച്ചെടുത്തത്. അടുത്തത് നമ്മൾ ഒരുപാട് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഇതൊരു വെറും ഒരു ക്ഷേത്രം എന്നുള്ളൊരു സങ്കല്പം മാത്രമല്ല. ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഇത്രയും ക്ഷേത്രം ഉണ്ടാവുന്ന സമയത്ത് വേറെ എന്തിനാ ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ. ഇതൊരു ക്ഷേത്രം മാത്രമല്ല, ഈ ഒരു കേരളത്തിന്റെ ഒരു മധ്യ ഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട്. അത് മാത്രമല്ല, ഈ ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു പഞ്ചമുഖിയായിട്ടുള്ള ഒരു ഗായത്രി ക്ഷേത്രം എവിടെയും കണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതിന് അത്രത്തോളം പ്രാധാന്യം ഈ ഒരു ഭൂമിക്കും ഉണ്ട്, അതേപോലെ തന്നെ ഈ വരുന്ന പ്രതിഷ്ഠയ്ക്കുമുണ്ട്. ജാതിമത പ്രായഭേദമില്ലാതെ വേദപഠനം സാധ്യമാക്കുകയും വേദിക് സർവകലാശാലയാക്കി ഗായത്രി ഗുരുകുലത്തെ മാറ്റുകയുമാണ് ലക്ഷ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 30 വർഷമായി സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന കിഴക്കഞ്ചേരി ശ്രീ കുറുമ്പ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധനർക്കായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം മാർച്ച് 24-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ നിർവഹിക്കും. 1000 വീട് നൽകുന്ന ഗായത്രി പദ്ധതിയിൽ ആദ്യഘട്ടം 120 പേർക്കാണ് വീട് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര പഞ്ചായത്തുകളാണ് ട്രസ്റ്റിൻ്റെ പ്രവർത്തന മേഖല. 1994-ൽ PNC മേനോനും ഭാര്യ ശോഭയും ചേർന്ന് രൂപീകരിച്ച ട്രസ്റ്റ് ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷണ വികസനം, പാർപ്പിടം, വയോജനക്ഷേമം, സ്ത്രീ ശാക്തീകരണം, സ്വയം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര പഞ്ചായത്തുകളായിട്ടാണ് ട്രസ്റ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്ത്രീധനരഹിത വിവാഹത്തിൻ്റെ ഭാഗമായി നടത്തുന്ന സമൂഹ വിവാഹത്തിലൂടെ നിരവധി യുവതിയുവാക്കൾക്ക് സ്വപ്നതുല്യമായ ജീവിതം നൽകി. 1000 വീടുകളുടെ ഗൃഹശോഭ പദ്ധതിയിൽ 23-ൽ 10 കുടുംബങ്ങൾക്കും, 24-ൽ 100 കുടുംബങ്ങൾക്കും, 25-ൽ 125 കുടുംബങ്ങൾക്കും വീട് നൽകിയിരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. 3 പഞ്ചായത്തുകളിലായിട്ട് വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര എന്നുള്ള പഞ്ചായത്തുകളിലെ സാമൂഹിക ശാക്തീകരണമായിട്ട് ശ്രീ കുറുമ്പ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിച്ചു വരികയാണ്. സ്ത്രീ ശാക്തീകരണം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം ഇങ്ങനെയുള്ള മേഖലകളിൽ പലതരത്തിലുള്ള പദ്ധതികളും ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2023-ൽ ഒരു പദ്ധതി നമ്മൾ തുടങ്ങുന്നുണ്ടായി. 1000 നിർധനരായിട്ടുള്ള സ്ത്രീകൾക്ക് 1000 വീടുകൾ വെച്ചു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 230 വീടുകൾ ഓൾറെഡി നമ്മൾ ഗുണഭോക്താക്കൾക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലെ 120 വീടുകൾ ഈ വരുന്ന 24-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഗവർണർ അദ്ദേഹം ആണ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു അംഗനവാടി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാൻഡിങ് ഓവറും പ്ലസ് ഒരു അടുത്തുള്ള ഒരു ജലാശയത്തിൻ്റെ റിനോവേഷനും ഹാൻഡിങ് ഓവർ ചെയ്യുന്നുണ്ട്. ഭാരവാഹികളായ പരമേശ്വരൻ, പി രാജശ്രീ, വി ഹരിദാസ്, എൻ പ്രസീത ദിനേശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തൃശൂർ കുറുമാലിപ്പുഴയോരത്തെ ആറ്റപ്പള്ളിയുടെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഹൗസിന്റെ ഭിത്തിയിൽ പമ്പ് ഓപ്പറേറ്ററായ രാജേഷ് വരച്ചിട്ട ജീവൻ തുടിക്കുന്ന കടുവയുടെ ചിത്രം ഇപ്പോൾ നാട്ടിൽ സംസാര വിഷയമാണ്. പമ്പ് ഹൗസിന്റെ ഭിത്തിയിലെ വിശാലമായ കാൻവാസിൽ രാജേഷ് വരച്ചിരിക്കുന്നത് 15 അടി ഉയരത്തിലും 12 അടി വീതിയിലുമുള്ള കടുവയുടെ അക്രിലിക് പെയിന്റിംഗ് ആണ്. ചെറുകിട ജലസേന വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന തൃശൂർ കൊടകര വാസുപുരം സ്വദേശി രാജേഷ് നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്. ആറ്റപ്പള്ളി ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്ററാണ് 49-കാരനായ രാജേഷ്. ജോലിക്കിടയിലെ വിരസത അകറ്റാനും തൊഴിലിടം ആകർഷണമാക്കാനും ലക്ഷ്യമിട്ടാണ് രാജേഷ് പമ്പ് ഹൗസിന്റെ ഭിത്തിയിൽ ജീവസൊറ്റ കടുവയുടെ ചിത്രം വരച്ചിരിക്കുന്നത്. ചെറുപ്പം മുതലേ ചിത്രം വരയിൽ അഭിരുചിയുള്ള രാജേഷ് 10 വർഷത്തോളം കോടാലിയിലെ മുദ്ര ആർട്സ് എന്ന സ്ഥാപനത്തിന് കീഴിൽ ആർട്ട് വർക്ക് ചെയ്തിരുന്നു. അക്കാദമിക് തലത്തിൽ ചിത്രരചനയിൽ പരിശീലനം നേടിയിട്ടില്ലെങ്കിലും പെയിന്റിംഗിൽ അസാധാരണ വൈഭവമാണ് ഈ യുവാവിനുള്ളത്. 13 വർഷം മുമ്പ് ചെറുകിട ഇറിഗേഷൻ വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ താഴെ വെച്ച ബ്രഷും ചായക്കൂട്ടും 2 വർഷം മുമ്പാണ് വീണ്ടും കയ്യിലെടുത്തത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പമ്പ് ഹൗസിലെ ഡ്യൂട്ടിക്കിടയിൽ വീണുകിട്ടുന്ന സമയം സർഗാത്മകമാക്കി വിരസത അകറ്റാനാണ് രാജേഷ് വീണ്ടും ചിത്രം വരച്ചു തുടങ്ങിയത്. കൊടകര മൈനർ ഇറിഗേഷന്റെ കീഴിൽ പമ്പ് ഓപ്പറേറ്ററാണ്. അപ്പോൾ എൻ്റെ ഒരു പമ്പ് ഹൗസാണത്, ആറ്റപ്പള്ളി പമ്പ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ വരയ്ക്കും. അപ്പം അങ്ങനെ ചില ഒരു എക്സിബിഷൻ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ മാസം നടത്തിയിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാനിവിടെ അങ്ങനെ ചുമ്മാ ഇപ്പോൾ നമ്മൾ മോട്ടർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ റെസ്റ്റ് ആണല്ലോ. ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു ഇതായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പടമൊക്കെ വരച്ചൊരു വൃത്തിയാക്കി എടുക്കുമല്ലോ. ആ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പുഴയും, അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി, അങ്ങനെ വരച്ചാണ്. അപ്പോൾ എല്ലാവരും നന്നായി എന്ന് പറഞ്ഞു, ഒരു സന്തോഷം. ഇതിപ്പോൾ വരച്ചിരിക്കുന്നത് അക്രിലിക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മുഴുവനായിട്ട് അക്രിലിക്കിലാണ് വരച്ചിരിക്കുന്നത്. ഈ ഇതിന് മീഡിയം ഉപയോഗിച്ചിരിക്കുന്ന അക്രിലിക്ക് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വർക്ക് ഒരു 3 ദിവസം കൊണ്ട് നമ്മളിത് പൂർത്തീകരിച്ചത്. അപ്പം നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മളിരുന്ന് ചെയ്തതാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം പ്രചരിച്ചതോടെ നിരവധി പേർ കടുവയെയും രാജേഷിനെയും കാണാനായി ആറ്റപ്പള്ളി പമ്പ് ഹൗസ് പരിസരത്ത് എത്തുന്നുണ്ട്. രാജേഷ് വരച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഛായാചിത്രം ഏതാനും മാസം മുമ്പ് വരന്തരപ്പള്ളിയിൽ മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് രാജേഷ് നേരിട്ട് കൈമാറിയിരുന്നു. അടുത്ത ഓഗസ്റ്റിൽ തൃശ്ശൂരിൽ നടത്താനിരിക്കുന്ന പ്രദർശനത്തിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രാജേഷ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1 മാസത്തെ ത്യാഗത്തിന്റെ രാപ്പകലുകൾക്ക് ശേഷം സാഹോദര്യത്തിന്റെ സന്ദേശം മോദി ഇന്ന് ചെറിയ പെരുന്നാൾ. നാടകം, പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ. പെരുന്നാളിനെ ആവേശപൂർവ്വം വരവേറ്റ വിശ്വാസികൾ. ഗൾഫ് നാടുകളിലെ യുദ്ധ പശ്ചാത്തലത്തിൽ ഗൾഫ് നാടുകളിലെ സഹോദരി സഹോദരന്മാർക്കായി പ്രത്യേക പ്രാർത്ഥന. പത്തിരിപ്പാലയിലെ ഈദ്ഗാഹിൽ വനിതകളടക്കം 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രാർത്ഥനാ ചടങ്ങുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാക്പോരുകളും അങ്കത്തട്ടും മുറുകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുത്താൻ വന്നാൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് വോട്ടെണ്ണുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി തരുമെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. മഹാന്മാരായ നേതാക്കളിരുന്ന പൊളിറ്റ് ബ്യൂറോയുടെ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നവർ പറയുന്നതിന് 5 പൈസയുടെ വില കൽപ്പിക്കുന്നില്ലെന്ന് ഒറ്റപ്പാലം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PK ശശി. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച PB അംഗത്തിന്റെ പ്രത്യേകത ഏറ്റവും ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് നിർത്തിയാൽ ദയനീയമായി തോൽവിയെന്നും PK ശശി. ഷൊർണൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. P. ഹരിഗോവിന്ദൻ UDF സ്ഥാനാർത്ഥി. ഷൊർണൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തുടരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ വിജയം സുനിശ്ചിതമെന്ന് VK ശ്രീകണ്ഠൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.